തണുപ്പിനൊപ്പം നമുക്ക് പ്രകാശമായി തീരാം. ഐസും ഉപ്പും കൂടി ചേർന്ന ഒരു മിശ്രിതം കൂടുതൽ തണുപ്പുളവാക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ദാഹശമനത്തിന് ആ പാനീയം വളരെയേറെ ഉപകരിക്കുകയും നല്ലതാവുകയും ചെയ്യും. ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. മാത്രമല്ല, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചവും ആകുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുവാനിടയായി. ഒരു പ്രതീകമായിട്ടാണ് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞത്. മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നടത്തുന്നവരും അവരെ ഇല്ലായ്മ ചെയ്യുന്ന സ്വഭാവങ്ങളിൽ നിന്ന് സമൂഹത്തിലെ നല്ലൊരു വ്യക്തിയായി തീർക്കുവാൻ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നവരുമായി തീരണമെന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ, നാം മറ്റുള്ളവർക്ക് നന്മയായി തീരുക, രുചികരമായ അനുഭവം നമ്മളിൽ നിന്ന് അവർക്കുണ്ടാകുക എന്നൊക്കെയാണ്. അങ്ങനെയുള്ളവരാണ് ഭൂമിയുടെ ഉപ്പ്. വിശുദ്ധ ബൈബിളിൽ പൗലോസ്ലീഹായും പറയുന്നു: ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കാൻ. മറ്റുള്ളവർ തീച്ചൂളയുടെ അനുഭവത്തിൽ നിരാശപ്പെട്ട് തളർന്നു വീഴുമ്പോൾ, വേദനകളുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഒരു സഹായത്തിനായി കൈനീട്ടി കേഴുമ്പോൾ, അവരുടെ ആശ്വാസത്തിന് വേണ്ടി അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരാകണം മനുഷ്യർ. ചിലപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് മതി, അതല്ലെങ്കിൽ ഒരു ചെറു സഹായം മതി. അവരുടെ ജീവൻ രക്ഷിക്കാനും അവരെ ഉയരത്തിൽ എത്തിക്കാനും. എത്രയെത്ര വ്യക്തി ജീവിതങ്ങളാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ആത്മഹത്യയിലൂടെ നമ്മുടെ മുൻപിൽ നിന്നും മാഞ്ഞുപോയത്. കുടുംബ തകർച്ചകളിലൂടെ എത്ര യുവതികളാണ് ആ നിരാശയുടെ അടിത്തട്ടിൽ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. അങ്ങനെയുള്ളവർക്ക് എല്ലാവരും ഉപ്പായി തീരണം. അവരെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നവരായി തീരണം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവരും വെളിച്ചവും ഉപ്പുമായി തീരണം എന്ന് നാം മറന്നു പോകരുത്. നോക്കൂ, ചന്ദനം മുരച്ചാൽ മണവും, മെഴുകുതിരി കത്തിച്ചാൽ വെളിച്ചവും ഉണ്ടാകും. വെളിച്ചം അന്ധകാരത്തെ നീക്കുകയും കാഴ്ച ഉളവാക്കുകയും ചെയ്യുന്നു. ഇരുളിനെ മാറ്റുന്ന വെളിച്ചം നാമായി തീരണം. നന്മകൾ ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ വെളിച്ചം പരത്തുന്നവരായി നമുക്ക് തീരാം. അപ്പോഴാണ് സൗരഭ്യവാസനയായി നമ്മൾ തീരുന്നത്. നമുക്ക് ഉപ്പും തണുപ്പും സൗരഭ്യവും വെളിച്ചവുമായി തീരാം. ക്രിസ്തു നമ്മിൽ ഉണ്ടെന്ന് ഇങ്ങനെ മറ്റുള്ളവർ അറിയട്ടെ. ഈ അനുഗ്രഹീത ദിവസം നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല ദിനം നേരുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ഓൾ.